നമസ്തേ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറുകഥാ സമാഹാരം പരിചയപ്പെടുത്താനാണ് കേട്ടോ. മാണിയും ഇന്ദിരാഗാന്ധിയും. പ്രിയ ജോസഫാണ് ഇത് രചിച്ചിരിക്കുന്നത്. മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 210 രൂപയാണ് വില വരുന്നത്. ഈ ചെറുകഥാ സമാഹാരത്തില് 7 ചെറുകഥകളാണ് ഉള്ളത് കേട്ടോ. ഇതിന്റെ പേര് കണ്ടപ്പോ ഞാൻ കരുതിയത് എന്തെങ്കിലും രാഷ്ട്രീയ ചായ്വുള്ള കഥകൾ പറയുന്ന പുസ്തകമായിരിക്കും എന്നും, പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി മാണിയും ഇന്ദിരാഗാന്ധി എന്നുള്ള പേര്. അങ്ങനെയാണ് ഞാനിത് ചൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കഥ പറയുന്നത് ഈ മുഖത്തിൽ കാണിക്കുന്ന പോലെ തന്നെ സ്ത്രീകളാണ് മെയിൻ കഥാപാത്രം. എല്ലാവരും ഇതിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങളിലും സ്ത്രീകളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പറയുന്ന പോലെയാണ് 7 കഥകളും എഴുതിയിരിക്കുന്നത്. അതൊരു പെൺകുട്ടിയാകാം, അതല്ലെങ്കിൽ ഒരു കൗമാരത്തിലുള്ള ഒരാളാവാം, അതും അല്ലെങ്കിൽ ഒരു ഭർതൃമതിയാകാം. അങ്ങനെ എല്ലാകഥകളും 7 കഥകളും പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കഥകളെല്ലാം മുന്നേറുന്നത്. അങ്ങനെയുള്ള കഥകൾ ഭയങ്കര റെയറാണ് അല്ലേ. സ്ത്രീകളുടെ മനസ്സ് എന്ന് പറയുന്നത് പുരുഷന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രഹേളികയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് ഏറെക്കുറെ സത്യമാണ്. അതുപോലെ ഓരോ സ്ത്രീയുടെയും മനസ്സ് എന്താണെന്ന്, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്താണെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അവളുടെ മനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങളും ഓരോ സ്ത്രീക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പുരുഷന്മാര് ഇതൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. അവർക്ക് കുറെ മുൻധാരണകളൊക്കെ മാറി കിട്ടും സ്ത്രീയെ കുറിച്ചിട്ടുള്ള. അതുപോലെ പുറമേ നിന്ന് നോക്കുന്ന ജീവിതമല്ല ചില ആളുകളുടെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളതൊക്കെ ഇതിനകത്ത് ഓരോ കഥയിലും പറയുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ഒരുപാട് കുറെ സാഹിത്യത്തിന്റെ വെച്ചുകെട്ടലുകളൊന്നും ഇതിനകത്തില്ല കേട്ടോ. വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് വായിച്ചിട്ട് അത് മനസ്സിനകത്ത് കയറ്റി വെക്കാൻ പറ്റിയ പുസ്തകമാണ്. ഒരുപാട് നല്ല ഓർമ്മകളും ബാല്യകാലവും ഒക്കെ നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാനും കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് സന്ദർഭങ്ങളൊക്കെ എല്ലാവർക്കും വായിക്കുമ്പോൾ തോന്നും. എനിക്ക് അങ്ങനെ 1-2 സന്ദർഭങ്ങൾ ഇതിൽ വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ജീവിതത്തിലെ ചില കാര്യങ്ങൾ, ചില ആളുകളെ നമ്മൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ആ ആളുകളുടെ ഓർമ്മയൊക്കെ എനിക്ക് ഇത് വായിച്ചപ്പോൾ വന്നു. അങ്ങനെ ഒരുപാട് നല്ലൊരു പുസ്തകമാണ് കേട്ടോ. വളരെ ചെറിയൊരു പുസ്തകമാണ്, പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റിയൊരു പുസ്തകം. പക്ഷെ വായിച്ചു തീർന്നാലും നമ്മുടെ മനസ്സിൽ ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വായനയിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.